ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമണൽ സ്വകാര്യവൽക്കരിക്കാനേ സാധിക്കില്ല. ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. അത് ഇനി അങ്ങോട്ട് പറ്റേയില്ല. അങ്ങനെ ഒരു സംഗതി ഇനി വേറൊരു കാര്യം പറയാം, ഞങ്ങൾ അനുവദിക്കൂല്ല, ഒരു സംശയം വേണ്ട. അതും ഈ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റുകളൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഞങ്ങളത് വിശദമായി നോക്കിയിട്ട് ഇതിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഖനനത്തിൻ്റെയോ വല്ല പഴുതുമുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കൂല. എന്താ സംശയം? ഇത് ഞങ്ങളെ മുമ്പിൽ അവതരിച്ചത് പബ്ലിക് സെക്ടറിലും കൂടി നടത്തുന്ന ഒരു വാല്യൂ അഡീഷൻ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ മാത്രമായി ഞങ്ങൾ മുമ്പിൽ. അതിൻ്റെ ഫയൽ ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് അതിലെ ഞങ്ങളെ നയം പറയും. സംശയം വേണ്ട, ഖനനവും പാടില്ല, സ്വകാര്യവൽക്കരണവും പാടില്ല. ഈ രണ്ട് കാര്യം ഞങ്ങൾ അനുവദിക്കുകയില്ല. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ യാതൊരുവിധ നീക്കവുമില്ലെന്നും അത്തരമൊരു നീക്കം തങ്ങൾ അനുവദിക്കുകയുമില്ലെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ ചില തീരുമാനങ്ങളുടെ തുടർച്ചയാണത്. ഖനനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പഴുതുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിശദമായി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരിമണൽ ഖനനവും അതിന്റെ സ്വകാര്യവൽക്കരണവും ഒരു കാരണവശാലും അനുവദിക്കില്ല. വിഷയം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോവുക. UDFന്റെ നയമെല്ലാം ഒന്നാണ്. ആ UDF മുന്നണിയിൽ മുസ്ലിം ലീഗും ഒരു പ്രധാന ഘടകമായി ഉണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ തുടർച്ചയാണിത്. നികുതിയുമായി ബന്ധപ്പെട്ട ഫയൽ ബഹുദൂരം സഞ്ചരിച്ചാണ് തങ്ങളുടെ അടുത്തെത്തിയത്. അതിന്റെ സഞ്ചാരപാത നോക്കണം. നല്ല സ്പീഡിൽ വളരെ ദൂരം സഞ്ചരിച്ചാണ് എത്തിയത്. അത്തരം കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ വരുമ്പോൾ ബജറ്റിൽ പ്രതിഫലിച്ചെന്ന് വരും. ഉദ്യോഗസ്ഥരൊക്കെ പഴയത് തന്നെയാണല്ലോ എന്നും മദ്യനയത്തിൽ എന്തു വേണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PM ശ്രീയിലും സംഭവിച്ചത് സമാന കാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒരു മാസമായ സർക്കാരിന്റെ പെരടിക്ക് അതൊന്നും വെച്ചു പോകാനാവില്ല. PM ശ്രീയിൽ കൊണ്ടുപോയി കുടുക്കി വെക്കുകയായിരുന്നു. ഫണ്ട് കിട്ടില്ലെന്ന ഘട്ടത്തിലാണ് ഒപ്പുവെച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നുവെന്നതും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. PM ശ്രീയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങൾ മുമ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം PM ശ്രീയിൽ കൊണ്ടുപോയി കുടുക്കി വെച്ചു. അപ്പോൾ അവിടെ നിയമസഭയിൽ തന്നെ അടിയന്തര പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ പണം വാങ്ങിയതെന്നാണ് പറഞ്ഞത്. ഒരേ വിശദീകരണം. അപ്പോൾ അവർ ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ അതുവരെ പറഞ്ഞതൊക്കെ ഒറ്റ പറച്ചിൽ നിന്ന് അവസാനിച്ചില്ലേ. ഫണ്ട് കിട്ടൂല എന്നായപ്പോൾ ഞങ്ങൾ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞു. ഫണ്ട് വാങ്ങി ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാനാണ് ഞങ്ങൾ കമ്മിറ്റിയെ വെച്ചത്. ഇതിലൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഓരോ വിഷയങ്ങളും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് വിവാദമാക്കുക എന്നല്ലാതെ ഇതെല്ലാം അവർ ചെയ്തു വെച്ചതാണ്. ഇനി അതിൽ നിന്ന് തല ഊരണമെങ്കിൽ തന്നെ പരിക്കില്ലാതെ തല ഊരണമെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ഞങ്ങളത് എത്ര പ്രാവശ്യം പറഞ്ഞു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.